ഈ ദേശത്തായിരിക്കുമ്പോൾ എല്ലാ പ്രിയ നാട്ടുകാരുടെയും ശ്രദ്ധയും സഹകരണവും ക്ഷണിച്ചുകൊണ്ട് ഒരു ഗാനത്തോടുകൂടി ഞങ്ങൾ ഈ ദേശത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാലും. Ni
മാനത്തോടിരിക്കും നീ മാനത്തോടിരിക്കുന്ന മനുജാതി വിവേകഹീനനോ നീയെന്ന് മാനത്തോടിരിക്കുന്ന മനുജാതി വിവേകഹീനനോ നീയെന്ന് മരണം നിന്നെ മൂടിടും മുമ്പേ മരണം നിന്നെ മൂടിടും മുമ്പേ രക്ഷകനേശുവിൽ ആശ്രയിക്കാം രക്ഷകനേശുവിൽ ആശ്രയിക്കാം മാനത്തോടിരിക്കുന്ന മനുജാതി വിവേകഹീനനോ നീയെന്ന് പാപം മനുജരെ ഭരിച്ചിടുന്നു പാപം മരണത്തിനേൽപ്പിക്കുന്നു പാപം മനുജരെ ഭരിച്ചിടുന്നു പാപം മരണത്തിനേൽപ്പിക്കുന്നു പാപത്തെ നീക്കുവാൻ മനുകുലത്തിൽ മാനവനേശു ക്രൂശിതനാ പാപത്തെ നീക്കുവാൻ മനുകുലത്തിൽ മാനവനേശു ക്രൂശിതനാ മാനവനേശു ക്രൂശിതനാ മാനത്തോടിരിക്കുന്ന മനുജാതി വിവേകഹീനനോ നീയെന്ന് മാനത്തോടിരിക്കുന്ന മനുജാതി വിവേകഹീനനോ നീയെന്ന്
നല്ലവനാ ഇന്നിനി ജീവിക്കുമോ? തള്ളുക നിന്റെ മനുജാമി വിവേകഹീനനോ നീ ഇന്ന്. എങ്ങനെ അതിൽ നിന്ന് ഒരു വിമോചനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള ഒരു ആത്മസന്ദേശമാണ് ഈ പകൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ കരകുളത്ത് നിന്ന് ആരംഭിച്ച ഈ ലഹരി വിമോചന യാത്ര കഴിഞ്ഞുപോയ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ലഹരിക്കകത്ത് നിന്ന് ഒരു വലിയ വിമുക്തി നേടുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ഈ സന്ദേശത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നിങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് PCIയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഇവാഞ്ചലിസം കൺവീനർ ആയിരിക്കുന്ന എന്റെ മാന്യ സ്നേഹിതൻ ശ്രീമാൻ നിച്ചൽ റോയ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീമാൻ നിച്ചൽ റോയ്. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ഈ ശബ്ദസീമയിലൂടെ മാനവകുലത്തിന് മുഴുവനും ആപത്തായിരിക്കുന്ന ലഹരിക്കെതിരെ പെന്റക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ PCI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്രയാണ് ഈ വെള്ളനാടിന്റെ ജംഗ്ഷനിൽ കടന്നു വന്നിരിക്കുന്നത്. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ ദേശത്തിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ, മനുഷ്യർ, നിങ്ങളിൽ ആരെങ്കിലും ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കൊരു ഗുണമാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിനൊരു നന്മയാകട്ടെ എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കാണുന്നവർ പറയാറുണ്ട് ഇതൊരു മതപ്രസംഗമാണെന്ന്. ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല. മതത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. മതം ഞങ്ങൾ പ്രസംഗിക്കാറുമില്ല. മതം മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ മൗലികവാദങ്ങൾ കുത്തി നിറച്ച അനർത്ഥത്തിലേക്ക് തള്ളിവിടുമ്പോൾ മതത്തെക്കാളുപരി മനുഷ്യനെ നിത്യതയിലേക്ക് എത്തിക്കുന്ന, മനുഷ്യനെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാർഗം നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന നിമിഷങ്ങളാണ്. അമ്പലങ്ങൾ മുതൽ അൾത്താര വരെയും പുണ്യസ്ഥലങ്ങൾ മുതൽ പൂജാമുറികൾ വരെയും മനുഷ്യൻ സമാധാനം തേടി അലയാറുണ്ട്. ഒടുവിൽ ഒരിടത്തും സമാധാനം ലഭ്യമല്ലാതെ വരുമ്പോൾ അവൻ ചെന്നുപെടുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മാറിയാണ്. ലഹരിയിൽ പിടിപെട്ടുപോയ ഒരു മനുഷ്യനും 30-40 ദിവസം അവിടെ കിടന്നിട്ട് പുറത്തിറങ്ങി പിന്നെയും അതേ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. കേരള സർക്കാരിന്റെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ അവരൊന്നും തിരിച്ച് സമാധാനത്തിന്റെ വക്താക്കളായോ ലഹരിക്ക് വിരുദ്ധമായോ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള പ്രഭാഷകർ ഇതിനെതിരെ പ്രസംഗിക്കുകയും ഇത് കേൾക്കുന്നവരിലുണ്ടാകുന്ന മാറ്റവും ഞങ്ങളുടെ മുമ്പിൽ ഒരുപാടുണ്ട്. ഞങ്ങളുടെ അനുഭവങ്ങളാണ് അതൊക്കെ. മനുഷ്യൻ ഈ ലോകത്തിൽ ലഹരിക്ക് പിടിപെട്ട് പോകുന്നതിന്റെ കാരണം പലരും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇതിനൊരു ബിസിനസ്സാക്കി മാറ്റി സമാധാനം തേടി ഒടുവിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്ന മഹാത്മാഗാന്ധി പോലും പറഞ്ഞ മനുഷ്യനെ മയക്കുന്ന ഏറ്റവും വലിയ വിപത്താണ്, കറുപ്പാണ് മദ്യം. ഇതൊരിക്കലും പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതകത്തോട്ട് ചെന്നാൽ മനുഷ്യൻ ഭ്രാന്തനായി മാറാറുണ്ട്. നമ്മൾ വായിക്കുന്ന പത്രമാധ്യമങ്ങളിലും നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന വിഷ്വൽസിലൊക്കെയും മനുഷ്യൻ ലഹരിക്ക് അടിമപ്പെട്ട് ഭ്രാന്തനായി മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്ന സുന്ദരമായൊരു പദമുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്നാണ്. ചിലത് കാണുമ്പോൾ ആ വാക്യം സത്യമെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകും. മദ്യപിച്ച് മതോമത്തനായി വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാരൻ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മയുടെ ഉദരത്തെ ചവിട്ടി മതിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഇവനൊരു മൃഗമല്ലേ? ജന്മം കൊടുത്ത സ്വന്തം കുഞ്ഞിനെ വാരി ചുമരിലടിച്ച് ലഹരിക്ക് അടിമപ്പെട്ടു പോയതിന്റെ പേരിൽ അവൻ മൃഗമായി മാറിയ കാഴ്ചകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നതാണ്. മനുഷ്യനെ വല്ലാണ്ടാക്കി കളയുന്ന സാഹചര്യങ്ങൾ, നമ്മൾ കാണുന്ന ആക്സിഡന്റുകൾ, നമ്മൾ അറിയുന്ന അപകടങ്ങളിൽ പലതും മനുഷ്യൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയതുകൊണ്ടാണ്. അതിൽ നിന്നൊക്കെയും ഒരു രക്ഷ, ഒരു വിടുതൽ, അതിനൊക്കെയും ഒരു മാറ്റം മനുഷ്യന് ആവശ്യമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള പ്രഭാഷകരുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കവലയും വെള്ളനാട് കവലയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ ചിന്തയുള്ളൂ:
ഈ ശബ്ദസീമയിൽ കേൾക്കുന്ന ലഹരിക്ക് അടിമപ്പെട്ടുപോയ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവനും അവന്റെ കുടുംബത്തിനും അത് രക്ഷയായി വരും. സകലതും മാറ്റമായി പോകും, സകലതും ഇല്ലാതെയായി പോകും എന്നൊരു ധാരണയും ഒരു ചിന്തയും നിന്നെ ഭരിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ പ്രഭാഷണം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ പെട്ടുപോയി അയ്യോ എനിക്കിത് സംഭവിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. ഞങ്ങൾ ജയിലുകളിൽ പ്രസംഗിക്കുന്നവരാണ്. ജയിലുകളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെ കിടക്കുന്ന കുറ്റവാളികളോട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്തു പറ്റി, എന്താ നിന്നെ ഇങ്ങനെ ആക്കിയത്, എന്തിനാ ഇതിനകത്ത് വന്നത്, ആ കുറ്റകൃത്യം ചെയ്യാൻ കാരണം എന്താണ്? മദ്യത്തിന്റെ ലഹരിയിൽ സംഭവിച്ചു പോയതാണ്, അറിയാതെ പറ്റിപ്പോയതാണ്. മദ്യത്തിന്റെ കെട്ടിറങ്ങിയപ്പോൾ, ഇല്ല ലഹരിയുടെ കെട്ടിറങ്ങിപ്പോയപ്പോൾ ഇത് പറ്റിപ്പോയല്ലോ, ഇത് സംഭവിച്ചു പോയല്ലോ എന്ന ദുഃഖവും ഇത് സംഭവിച്ചു പോയല്ലോ എന്നുള്ള വേദനയും മാത്രമേ ഉള്ളൂ. നഷ്ടബോധം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ടാകാറുണ്ട്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒന്ന് മാത്രം പറയുന്നു, നിന്നെ നിന്റെ കുടുംബത്തെയും മുച്ചൂടം മുടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിൽ നിന്ന് ഒരു ഉദ്ധാരണം, ഒരു രക്ഷ, അത് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. പെറ്റതള്ളയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത, അമ്മപെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് മനുഷ്യനെ ഭ്രാന്തമാക്കി മാറ്റുന്നു. എന്തിനേറെ പറയുന്നു, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയോട് പോലും അപമര്യാദയായി പെരുമാറാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് പോലും നിങ്ങളുടെ അകത്ത് ചെന്നിരിക്കുന്ന ലഹരിയാണ് എന്ന് നമുക്കറിയാം. ചരിത്രം അതിന് ഒത്തിരിയേറെ തെളിവുകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിയാറുണ്ട്. ആ അറിയുന്ന വാർത്തകളും കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ അമ്പേ ഭീതി ഉണർത്താറുണ്ട്. നമ്മുടെ തലമുറകളെ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിടുവാൻ നമ്മൾ മടിക്കും. ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ എങ്ങനെ വിടും എന്ന് പോലും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഈ ലഹരിയിൽ അടിമപ്പെട്ടുപോയ ഒരാൾ ഈ ശബ്ദസീമയ്ക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ഇന്ന് പകൽ ആവശ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് ഇതിനകത്തുനിന്നൊരു മാറ്റം കിട്ടുക? മാറ്റം കിട്ടാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒന്ന് മാത്രം, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന മഹാദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ജീവിതത്തെ മൊത്തമായി വരിഞ്ഞു കെട്ടിയ, മൊത്തമായി കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും. അതെന്താ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത? യേശുക്രിസ്തുവിന് എന്താ പ്രത്യേകത? ഈ ലോകത്തിലെ സകല മതഗ്രന്ഥങ്ങളെക്കാളും സകല സാഹിത്യ ഗ്രന്ഥങ്ങളെക്കാളും എഴുതിയിരിക്കുന്ന കഥാപാത്രങ്ങളെക്കാളും വ്യത്യസ്തനാണ് യേശു എന്ന് പറയുന്ന മഹാദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ പറയാൻ നിന്നാൽ ഈ പകൽ മുഴുവനും പോരാതെ വരും. ഞാൻ ഒരു വാക്ക് പറയാം, ഈ ഉലകം കണ്ടതിൽ വെച്ച് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ലോകം കണ്ട ഏക നേതാവ്, ലോകം കണ്ട ഏക ദൈവം, അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്ന മതസംഹിതകൾക്കോ മതഗ്രന്ഥങ്ങൾക്കോ സാഹിത്യ സംഹിതകൾക്കൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിപ്പമേറിയ മഹാസത്തയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന യേശുക്രിസ്തു. അവനെക്കുറിച്ച് പാടാത്തൊരു പാട്ടുകാരനില്ല, അവനെക്കുറിച്ച് പ്രസംഗിക്കാത്തൊരു പ്രസംഗകനില്ല, അവനെക്കുറിച്ച് ചിന്തിക്കാത്തൊരു ചിന്തകനില്ല, അവനെക്കുറിച്ച് വർണ്ണിക്കാത്ത ഒരു രചയിതാവില്ല, അവനെക്കുറിച്ച് പകർന്നു കൊടുക്കാൻ കഴിയാത്ത ഒരു അധ്യാപകനില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ സമീപത്തുള്ള കാട്ടാക്കട മുരുകൻ എന്ന് പറയുന്ന അതുല്യ കവി, ഈയിടയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിരുന്ന ആ മനുഷ്യൻ പോലും തന്റെ കവിതയുടെ ഒടുവിലായി പറഞ്ഞു, ഒരാൾ ഒരിക്കൽ കണ്ണട വെച്ചു കല്ലൊരു കുരിശേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു എന്ന മഹാദൈവത്തെ പോലും അദ്ദേഹം വിളിച്ചോതിയത് നമുക്കറിയാം. ഈ മഹാദൈവം എന്നെയും നിങ്ങളെയും മാത്രമല്ല, എന്റെ പിന്നിൽ അണിനിരത്തി നിൽക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്. അവരുടെ പഴയ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ഈ ലോകത്തിന്റെ നടുവിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ലോകത്തിന്റെ ചിന്താഗതികളിലേക്ക് മാറിപ്പോയതിന്റെ പരിണിത ഫലങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പകൽ ഞങ്ങൾ ഉയർത്തി പ്രഖ്യാപിക്കുമ്പോൾ ജീവിതം മുടിഞ്ഞുപോയി, ജീവിതം തകർന്നുപോയി, ജീവിതം അമ്പേ പരാജയപ്പെട്ടു പോയി, എങ്ങനെ എനിക്കൊരു രക്ഷ നേടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ലഹരികളിൽ നിന്ന് നിങ്ങളെ വിമുക്തമാക്കുന്നു. കേരളത്തിന്റെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഈ കേരളത്തിലെ അങ്ങുമിക്കുകയും അമ്പാട് ഈ ലഹരിക്കെതിരെയൊക്കെ പ്രതികരണം പരിപാടികളൊക്കെ കേരള സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷെ പലതും പരാജയത്തിന്റെ കൊടികളാണ് കാണുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്നു, നിങ്ങളെ ലഹരിയിൽ നിന്ന് വിടിവിക്കാൻ, നിങ്ങൾ പിടിപെട്ടുപോയ ഈ പ്രോബ്ലമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക്
പരിഹാരം കാണുവാൻ ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ മനസ്സ് വെച്ചാൽ സകലത്തിൽ നിന്നും സകല ലഹരി അടിമത്വത്തിൽ നിന്നും സകല പാപ പരിപാടികളിൽ നിന്നും നിങ്ങളെ മൊത്തം വിടിവിക്കുവാൻ കഴിവുള്ള ഒരു യേശുകൊണ്ട് ഒരിക്കൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന മഹാനാമമല്ലാതെ നമ്മെ രക്ഷിക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല എന്ന വാക്കോടുകൂടി നിർത്തുന്നു.